മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും സനാതന ധർമ്മത്തെ അധിക്ഷേപിക്കുമ്പോൾ പാർട്ടിയിലും മുന്നണിയിലും അതൃപ്തി ശക്തമാവുകയാണ്. ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസങ്ങളെ തുടർച്ചയായി അവഹേളിക്കുന്നത് അടിത്തറ തകർക്കുമെന്ന് നേതാക്കൾ. ഹിന്ദു അധിക്ഷേപത്തിൽ സർവ്വ സീമകളും ലംഘിക്കുന്ന CPM നിലപാടിൽ പൊതുസമൂഹത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും സനാതന ധർമ്മ ചിന്തകളെ എല്ലാ പരിധികളും ലംഘിച്ച് അവഹേളിച്ചത് വലിയ മുറിപ്പാടായി മാറിയ സാഹചര്യത്തിലാണ് ഇടതുപാളയത്തിൽ തന്നെ അതൃപ്തി രൂക്ഷമാകുന്നത്. ഹൈന്ദവ ധാർമ്മിക ചിന്തകളെ അനാവശ്യമായി കടന്നാക്രമിക്കുന്നത് CPM-ലും ഇടതുമുന്നണിയിലും ഒരുപോലെ ഭിന്നിപ്പിന് കാരണമായിട്ടുണ്ട്. ഒരു ജനതയുടെ വിശ്വാസ പാരമ്പര്യത്തെ പരസ്യമായി അവഹേളിക്കുന്നത് മനഃപൂർവ്വം വേർതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്നാണ് വിമർശനം. ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസങ്ങളെ തുടർച്ചയായി അധിക്ഷേപിക്കുന്നത് ഇടതുമുന്നണിയുടെ അടിത്തറ തന്നെ തകർക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താൻ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി സൃഷ്ടിക്കുമെന്നാണ് ഇടതുമുന്നണിയിലെ നേതാക്കളുടെ പ്രധാന ആശങ്ക. തലതിരിഞ്ഞ ഭരണവും മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തിയും ഭരണവിരുദ്ധ വികാരം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ അനാവശ്യ വിവാദമുണ്ടാക്കി ഹിന്ദു സമൂഹത്തെ വ്രണപ്പെടുത്തരുതെന്നും മുന്നണിയിലെ പല കക്ഷികളും നിലപാട് സ്വീകരിക്കുന്നു. തീവ്ര ഇസ്ലാമിക സംഘടനകളും നേതാക്കളും നടത്തുന്നതിലും വലിയ അധിക്ഷേപമാണ് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും നടത്തിയത്. ഇത് ഹിന്ദു വോട്ട് ബാങ്കിൽ പിളർപ്പുണ്ടാക്കുമെന്നും നേതാക്കൾ വിലയിരുത്തുന്നു. അതേസമയം തുടർച്ചയായ ഹൈന്ദവ അധിക്ഷേപങ്ങളിൽ പൊതുസമൂഹത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. BJP-യുടെ പ്രമുഖ നേതാക്കളടക്കം CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.